എന്താടോ ഈ രാവിലെ തന്നെ? എത്ര ദിവസമായി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനമില്ല, പഞ്ചസാരയില്ല, ചായപ്പൊടിയില്ല, ഒന്നുമില്ല ഇവിടെ. ഈ ഒന്ന് മെല്ലെ പറയോ, നാട്ടുകാരെ കേൾപ്പിക്കണോ? ഈ ഇങ്ങനെ നോക്കണ്ട, മറന്നു പോണതല്ലേ. ഇന്ന് എന്തായാലും കൊണ്ടുവരും. മറന്നു പോന്ന് നിനക്ക് പണിയില്ലാണ്ടായിട്ട് എത്ര ദിവസമായി? കള്ളും കുടിച്ച് 4 കാലം വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഈ അത് പറയരുത്, സ്നേഹം അതാണ്. വേണ്ടപ്പെട്ടവർ വിളിച്ച് ഒരു പെഗ് സ്നേഹം ഒഴിച്ചു തരുമ്പോ വേണ്ടാന്ന് വെക്കാൻ ഈ പീതാംബരനാവില്ല. എന്റെ ഉറക്കത് വരെ കഴിഞ്ഞല്ലോ സുമിയെ. അച്ഛാ, ഇത് ഉറക്കമല്ല, വിശ്രമമാണ്. വിശ്രമോ? അതായത് ഞങ്ങൾ പെൺമക്കൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളെ കെട്ടിച്ചുവിടും. ഞങ്ങൾ അവിടെ അമ്മായി അമ്മമാരോടും കുടിയന്മാരായ ഭർത്താക്കന്മാരോടും സന്ധിയില്ലാ സമരം നയിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഭാവിയിലേക്ക് ഊർജം സംഭരിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ വിശ്രമം, അല്ലേ അമ്മേ? എടോ, ഈ വിഷക്കുപ്പി ഇവിടെ ഇങ്ങനെ വെച്ചാലോ? അതുകൊണ്ടേ നോക്ക്. അയ്യോ, ഇത് ഞാൻ മറന്നതാ. അല്ലെങ്കിലും അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും മറവിയാ. അച്ഛാ, ഇന്ന് എന്താ സ്പെഷ്യൽ കൊണ്ടുവരുക? എന്ത് സ്പെഷ്യൽ? എന്നും 4 കാലിലാ വരവ്. ഇന്ന് ആരെങ്കിലും എടുത്തോണ്ട് വരേണ്ടി വരും. ഈ അമ്മ എന്നാ നോക്കിക്കോ, ഇന്ന് 2 സ്പെഷ്യൽ കൊണ്ടുവരും. കൊണ്ടോന്ന എന്നെ. അച്ഛ സ്പെഷ്യൽ മറക്കണ്ടേ? ആ എടാ രാഹുലേ, ഇത് എന്തൊരു തീറ്റയാടത്? ഇതൊന്നും മീറ്ററിൽ കാണില്ലല്ലോ. അപ്പോഴേ ഈ വണ്ടി വിട്ടോ, അപ്പൊ മീറ്ററിൽ കണ്ടോളും. സുധാരട്ടാ, നിങ്ങൾക്ക് ഇതിനി നിർത്താനായില്ലേ? 2 ദിവസം മുമ്പല്ലേ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്? അയ്യടാ, ആകപ്പാട് അറിയുന്ന പണിയാ ഇത്. നിനക്കതൊക്കെ പറയാ. ഒന്നിനെ കെട്ടിച്ചാച്ചേന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പണിയില്ലാണ്ട് അന്നെപ്പോലെ ഇങ്ങനെ നടന്നാലേ കുടുംബം പട്ടിണിയാവും. മെല്ലെ തിന്നടാ മോനെ. കിട്ടൂ, അണക്കൊരു പത്തിരി എടുക്കട്ടെ? വേണ്ടേ. ഹായ് പീതാംബരേട്ടാ, നിങ്ങളെങ്ങോട്ടാ? മുക്കിലേക്കാ? ഇനി ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ഓ, എങ്ങോട്ടാ? അമ്മേ, ഞാൻ പോകട്ടോ. ഓനോ ഓന്റെ മാമന്റെ ഓടക്കാ. ജേ, വൈകുന്നേരം കൊണ്ട് വരുവോണ്ടിട്ടോ. ഇനി കണ്ണി കണ്ടതൊന്നും വാരി വലിച്ചു തിന്നാൻ നിക്കണ്ട. ഈ കരുതി പോയിക്കാട്ടോ. നീ രാത്രി ആവാൻ നിക്കണ്ടോ, വേഗം കൊണ്ട് പോര്. പോലെ ആണേട്ടാ, ഒരു വലിയ മിഠായി എന്തായാലും വേണേ വാങ്ങിക്കോ. ഇതിനെന്താ വില? അല്ല, എന്നോട് മുട്ടായി വാങ്ങാനാ പറഞ്ഞു. 5 രൂപ. ഏട്ടാ, ഒരു മുട്ടായി മതി. നാണേട്ടാ, ആ തീയൊന്ന് നോട്ടെ. അതിന് 10 രൂപ വേണോ? നിങ്ങൾ നമ്മളെ രമേശനെ കണ്ടിരുന്നോ? എന്താണ്ട് വീഡിയോ? രമേശനോ? അവൻ രാവിലെ കുറച്ച് ബംഗാളികളെയും കൊണ്ട് പോണുണ്ടല്ലോ. ബംഗാളികളെയും കൊണ്ടോ? നാണേട്ടാ, വൈകുന്നേരം കാണാം. ഇതാ, വേഗം പോകാൻ നോക്ക്. ഇനിയിപ്പോ തന്നെയല്ലേ സൈറ്റ്. അമ്പോ, ഇതൊരു 5-6 മാസത്തേക്കുള്ള പണിയുണ്ടല്ലോ. ബായ് ബായ്. രമേശ് ഉണ്ടോ അവിടെ? രമേശ് രമേശ് नहीं मालूम. ഈ ചെങ്ങായി എന്നാൽ ഇത് വെടിയും എത്തിയോ? അതായത് രമേശൻ. ഈ എന്തിനാ ചെങ്ങായി ഇവിടെ വന്നത്? എന്നോട് പറഞ്ഞില്ലേ 2 ആഴ്ച കഴിഞ്ഞിട്ടേ പണിയുള്ളൂന്ന്? അപ്പം അത് പണിയല്ലടോ എൻ്റെ ചെങ്ങായി. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ഈ പണി കഴിയുമ്പോഴത്തേന് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അതെങ്ങനെ? അതായത്
നമ്മളാൾക്കാരൊക്കെ ആകുമ്പോൾ ഓർക്ക് കലക്ടറെ ഡിമാൻഡാ. പോരാത്തതിന് 900-1000 കൊടുക്കേണ്ടിയും വരും. ഈ മൂരികളാവുമ്പോൾ 500-600 കൊടുത്താൽ മതി. ആ വകയിൽ തന്നെ 10,000-3000 രൂപ നമ്മളെ കയ്യിലാകുകയും ചെയ്യും. ഈ ഭയങ്കര ചങ്ങായി തന്നെയാ. അപ്പം അതാണ് ഈ എന്നോട് 2 ആഴ്ച കഴിഞ്ഞ പണിയുള്ളൂ എന്ന് പറഞ്ഞല്ലേ? ക്ഷണിത്തല്ലേ? എന്തായിക്കത്? സഞ്ചിയോ? ഇതെങ്ങനെ ഇവിടെ നോക്കട്ടെ. കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നു. എന്തായാലും ഇവിടുന്ന് നോക്കണ്ട. ഹലോ ഹലോ, ആ പറ. ശിവേട്ടാ. ആ ഹലോ. ആ മനസ്സിലായി, പറ. ഞാൻ പീതാംബരനാ. നിങ്ങൾ വീട്ടിലുണ്ടോ? ആ എന്തേ? എന്നാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എവിടേക്ക്? എന്നാ ഞാൻ ഇവിടെ ഇടയിലുണ്ട്. ആ ഞാൻ അങ്ങോട്ട് വരാം. ഡോ, എന്താടാ ഈ ഇരുട്ടത്തുക്കുന്നു? പീതാംബര, ഇങ്ങോട്ട് വാ. ശിവേട്ടാ, എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? ഇതൊന്ന് നോക്കി. എന്താടോ? നിങ്ങളൊന്ന് തുറന്നു നോക്കി. ഇതെവിടുന്ന കിട്ടിയേ? എനിക്കിത് വീണിട്ടിയതാ. ഇത് കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇതെവിടെയാ ചങ്ങൾ ഒളിപ്പിച്ചു നോക്കി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യുക. തൽക്കാലം അത് ആരും അറിയണ്ട. ഞാൻ പോവാ. പണിയായോ? എന്തായാലും ആവട്ടെ. ഹലോ പീതാംബര. ആ, ഈ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇതാ ഞാൻ എത്തിപ്പോയി. ഇവിടേക്ക് വരണ്ട, നമ്മുടെ കാവിന്റെ അടുത്തേക്ക് വാ. ഓക്കെ എന്നാലും. ഹലോ. ആ ഹലോ. ഈ ഇങ്ങോട്ട് വരുന്നില്ലെന്ന്? ഞാൻ വരാം അമ്മ. എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ. അമ്മ ഫോണ് വെക്കി. എവിടെത്തി? അമ്മ ഫോണ് വെക്കി. ഈ അച്ഛൻ ഇതവിടെ പോയി? ഫോണും എടുക്കുന്നില്ലല്ലോ. അച്ഛനിനി മുങ്ങിയോ? മുങ്ങിയാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. ഇന്ന് 2 സ്പെഷ്യൽ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. ഈ അമ്മ എപ്പോ നോക്കിയാലും ഇങ്ങനത്തെ വർത്താനേ പറയും. ഞാൻ പറയുന്നതിന് അപ്പൊ കുഴപ്പം. നോക്കിന്ന് സമയം രാത്രിയായി. ഈ ചെക്കനെ കാണുന്നില്ലല്ലോ. നോക്കിന്ന്, നിങ്ങൾ ആരാ വിളിക്കണേ? ആരാത്? ഞാനാ, സുധിയാ. ഒന്ന് കേട്ട് വരുമോ? ആ, സുധിയോ? എന്താടോ, സാധനം വേണോ? ഇതാരാ? ഇത് കമ്പനിക്കാരനാ. ഒരു ഫുള്ളും ഒരു ഹാഫും. പിന്നെ സുധിയെ, ഇവിടെ ഫുള്ള് മാത്രമേ ഉള്ളൂ, ഹാഫിൻ്റെ ഒരു പരിപാടിയില്ല. ഈ മോന്തി നേരം വരെ നീ എവിടെയായിരുന്നു? എന്തെടുക്കായിരുന്നു? അതെ ഏട്ടാ. ഗീതേ, ഓന് മേലുകാച്ചിലുണ്ട്. നീ കുറച്ച് ചുക്കാപ്പി ഉണ്ടായിക്കോട്. ഇവിടെയൊക്കെ പ്രകൃതിദത്ത, ബാറ്ററി ചേർട്ട, അങ്ങനത്തെ ഒരു ഉടായ്പ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഏട്ടാ, 2 ഫുള്ളായിക്കോട്ടെ. ആ, അതാണ് എൻ്റെ കമ്പനിക്കാരന് ഇപ്പോൾ കാര്യം മനസ്സിലായി. ആ, പൈസ അടിക്ക്.
ആ നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാനിപ്പോ കൊണ്ടുവരാം. കിടന്നാണ് ഏട്ട ഫോണ്. നിങ്ങളാ ഫോൺ എടുക്കുന്ന ഹലോ എടുത്തമ്മേ. ഹലോ രാജാ, ഏട്ടൻ ഇതുവരെ എത്തിയില്ലടാ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഈ ഒന്ന് അന്വേഷിച്ച് നോക്കുവോ? എടുത്തമ്മേ നിങ്ങൾ പേടിക്കണ്ട, ഏട്ടൻ വന്നോളും. മൂപ്പര എവിടെയെങ്കിലും അടിച്ച് വിറ്റായി കിടക്കണ്ടാവും. അതല്ല രാജാ, എന്തോ ഒരു പേടി പോലെ. ഞാനും മക്കളും ഒറ്റയ്ക്കല്ലേ. നിങ്ങൾ ഫോൺ വെക്കി, ഞാനും സുമി ഇപ്പം അങ്ങോട്ട് വരാം. ഹലോ. ആ രാജനാണ്. ആ എന്താ രാജ? നിങ്ങൾ എവിടെയുള്ളത്? ആ ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. ആണോ? ജി എവിടെ? ഞാൻ ഏട്ടൻ്റെ അടുത്ത്. ആ പിതാംബരൻ്റെ അടുത്തോ? എന്നാ അങ്ങോട്ട് വാ, ഞാൻ വീട്ടിലുണ്ട് കേട്ടോ. ആ അപ്പൊ വരട്ടോ. പാപ്പം വരുന്നുണ്ട്. ആ സുമിയേ. എന്താ എടുത്തമ്മേ, ഏട്ടൻ വിളിച്ചീനിയോ? ഇല്ല സുമേ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഇപ്പൊ വരാട്ടോ. എങ്ങോട്ടാ ഇപ്പം? ഞാൻ ഇപ്പൊ വരാം. പോരാ. ഓൻ എവിടെങ്കിലും അടിച്ചു പിറ്റായി കിടക്കണ്ടാവും. നമ്മള് ബേജാറായിട്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ലാന്ന് മൂപ്പര് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, അതാ ഇപ്പൊ പ്രശ്നമായത്. അല്ല ചങ്ങായിയെ, അടിച്ചു പിറ്റായി ഓഫായി കിടക്കുന്ന ആള് എങ്ങനെ ഫോൺ എടുക്കുക? അല്ലാന്ന് ചെക്കന് ഭയങ്കര പനിയാട്ടോ. എനിക്ക് തോന്നണേ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്നാ തോന്നണേ. ഈ രാവിലെ നമ്മളെ ശിവേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഓനൊരു ചരടാണ്ട് കെട്ടിച്ചാള. ആ എനിക്ക് അതന്നെയാ തോന്നണേ. അതാണ് അതന്നെയാ നല്ലത്. മൂപ്പര് സൂപ്പറാ സംഭവാട്ടോ. അല്ലാന്ന് നിങ്ങൾ ഈ കലാപരിപാടി കഴിയാനായില്ലേ? ഇതൊന്നും മിണ്ടാണ്ട് നിൽക്ക്, ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹലോ, എന്തേ? ഞാട്ട് വരിക. ഓക്കെ എന്നാല് ഞാൻ പോട്ടെ. ഇനി അടിച്ചാ ഓവറാവും. നമുക്ക് നാളെ കാണാം. എല്ലാ ആണുങ്ങളെ അവസ്ഥയും ഒന്ന് തന്നെ. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല ഈ കണ്ടില്ലേ, ഓളെ ഫോണ് വന്ന് വാലിന് തീ പിടിച്ച മാതിരിയാ ഓൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. ആ അതാ ഇപ്പം നന്നായത്. മോളെ മോളെ മോളെ, ഇവിടെ ആരുമില്ലേ? അമ്മ എവിടെ മോളെ? അകത്ത് കിടക്കുക. ഇതപ്പം നന്നായി. ഇത്ര നേരായിട്ടൊന്നും നീച്ചിട്ടില്ല. അമ്മേ ഇത് നോക്കി. ശോഭജിയെ, ഇത് നല്ല കഥ. നിങ്ങൾ ഇങ്ങനെയായോ? ഈ കുട്ടികളാരാ നോക്കുക? ഇന്നേ വരെ പിതാംബരട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ആകെ കൂടെ ആലോചിക്കുമ്പോൾ ഒരു പേടിയാ. ശോഭജിയെ, നിങ്ങൾ ഇനി ബേജാറാകണ്ട. വേഗം ഒന്ന് എഴുന്നേക്കാൻ നോക്കി. ഇനി ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ കൊണ്ടുവന്നോളാം അങ്ങോട്ട്. മോളെ എണീക്ക്, ഞാനിപ്പോൾ വരാം. എഴുന്നേക്കമ്മേ. അമ്മേ ഇത് കൈമ കെട്ടിയാ മതി. എന്തോ കണ്ട് പേടിച്ചതാ. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി. ഓ ആയിക്കോട്ടെ. ഇത് കൈ വെച്ചോളൂ. ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം. വാ ഇങ്ങോട്ട്, നടക്കിങ്ങോട്ട്.
ഇങ്ങോട്ട് നടക്കിങ്ങോട്ട്. എൻ്റെ കുരുത്തക്കേടൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ മോനെ. ആ ഇതെവിടുന്നാ വരുന്നേ? ഈ അറിഞ്ഞില്ലേ അപ്പോൾ? എന്ത്? എൻ്റെ അയൽവാസിയില്ലേ പീതാംബരൻ, ഓം മരിച്ച് ആരോ കൊന്നതാന്നാ കേട്ടെ. എൻ്റെ ഈശ്വര, ഞാൻ രാവിലെയും കൂടി പോയതാണല്ലോ അവിടെ. എൻ്റെ ഈശ്വര, ഈ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? മോനെ ഞാൻ പോട്ടെന്നാല്. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഇപ്പോ ചോദിക്കേണ്ട അവസരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തറവാട്ടിലേക്ക് പോകാം. അതാ നന്നാവുക. ഇല്ലേട്ടാ, ഞാൻ എങ്ങോട്ടുമില്ല. വേണ്ട, തിരക്കിട്ടൊരു തീരുമാനം ഒന്നും എടുക്കണ്ട. വളരെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അതെ, ഈ പരിപാടി ഇന്നും കൂടി എവിടെ ഉള്ളൂ. നാളെ മുതൽ ഇത് ഇവിടെ നടക്കൂല. ഈ ചങ്ങായി സ്വാട്ടാ, നിങ്ങളൊന്ന് ഒഴിക്കീന്ന്. ഒന്ന് ഒഴിച്ചോടാണ്. എന്താ ഞാൻ പോരാ. എങ്ങോട്ടാ? വരാന്ന് ഓട്ട് തേരി സുധാരേട്ടാ. നിക്ക് ചങ്ങായി, ഇതൊന്ന് ഒഴിക്കട്ടെ. അല്ല, പോവാണോ? ഇറങ്ങട്ടെ. ബേജാറാകൊന്നും വേണ്ടാന്ന്. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. കുറച്ച് ദിവസം കുട്ടികളെ അമ്മേനെയൊക്കെ അവിടെ കൊണ്ട് നിർത്തുക. അവർക്കൊരാശ്വാസമാവും. അപ്പം ഈ വിഷമമൊക്കെ അങ്ങോട്ട് മാറും. ശരി. രാജൻ ഈ ചുറ്റുവട്ടത്ത് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി. പോയിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാ. മോന് ചായ തരട്ടെ? കുറച്ച് താമസമുണ്ട്. പോണം. പോണം പോണം. നോക്കട്ടെ, ആലോചിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? എന്താ? സുമി, എന്താ? നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നാ ഇനി നമ്മളല്ലാതെ മറ്റാരും ഇതറിയരുത്. എന്താ സുമി? പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എൻ്റെ അച്ഛനെ കൊന്നിട്ട് അവൻ സുഖമായി നടക്കുക. ഇനി ഒരു നിമിഷം പോലും അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഞങ്ങളിപ്പോ ഇത് ആകെ വിഷമായി പോയി. നമ്മളെപ്പോഴും കാണുന്ന ഒരാള് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാകുന്നൊക്കെ പറയുന്നത് ഞാൻ വീട്ടുകാരെ സ്ഥിതിയാണ്.
ആരാ നീറ്റ് പോടാ അവിടുന്ന് ആളെ മെനക്കടിക്കാനായിട്ട്. വരട്ടാ വരട്ടാ. വിഷക്കുപ്പി ഇവിടെ ഇങ്ങനെ വെച്ചാലോ? അതുകൊണ്ടേ വെക്കും. അയ്യോ, ഇത് ഞാൻ മറന്നതാ. ഉണ്ടായിരുന്നല്ലോ. ഇവനത് എവിടെ കൊണ്ടുവച്ച്? മോളെ എന്താ ശിവേട്ട തപ്പുന്നേ? ഒന്നുമില്ല മോളെ, ഞാനൊരു സാധനം നോക്കിയതാ. ഇതാണോ നോക്കിയത്? നോക്കിയത് എവിടെ നിന്ന് കിട്ടി? ഇതെപ്പോഴും അച്ഛനിവിടെ കൊണ്ടുവച്ചാ. ഇനിയിപ്പോ ഇതെന്തിനാ? ശിവേട്ടൻ എടുത്തോ, വീട്ടിൽ ചെന്നിട്ട് കുടിച്ചാ മതി കേട്ടോ. ശിവേട്ടാ. ഓ ശരി ശരി ശരി. ഓ അപ്പൊ ശരിട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അയ്യോ ഇയാളെ കൊന്നത് ഞങ്ങളാ. എന്താ മോള് പറഞ്ഞേ? ഇയാളെ കൊന്നത് ഞങ്ങളാന്ന്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പിൽ ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് ഇവൻ എങ്ങനെ എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നതെന്ന്.
എടുത്തൂടി തീ പിടിക്ക. ഞാനാകെ ബേജാറായിപ്പോയി. നിങ്ങൾ വേറെ എന്തിനോ വിളിക്കാന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. അതെടോ രണ്ടെണ്ണം അടിക്കാനാണെന്ന് പറഞ്ഞപ്പോ ആ സമാധാനായത്. അയ്യോ അയ്യോ ഇവൻ ഞങ്ങളുടെ അച്ഛനെ ചതിച്ചു കൊന്നു. ഞങ്ങൾ ഇവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അതേ നാണയം കൊണ്ട് തന്നെ തുടച്ചു നീക്കി.